ബേപ്പൂർ സ്വദേശിയാണ്. ഹാരിസാണ് ഈ അപകട സ്ഥലത്ത് നിന്ന് ആദ്യം നമുക്ക് ഈ വിവരങ്ങളെല്ലാം നൽകുകയും ചെയ്തു. ഹാരിസ്, നമ്മളിപ്പോൾ ഏതായാലും നമ്മളെ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് വന്നതാണ്. ഞാൻ നാട് കാണാമെന്ന് വിചാരിച്ച് അതുമാതിരി തന്നെയാണ് ഇവരും വന്നത്. അപ്പം അവർ ഇനി ഏതായാലും അവരെ യാത്രയപ്പ് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ച്. അവരുടെ യാത്രയപ്പ് കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് ഇവരാരാ എന്നും അറിയില്ല. നമ്മളെ മാതിരി മറ്റു നാട് കാണാൻ വന്നവരാണ് അവരും. കാരണം ഇവരുടെ അവസ്ഥ ഇങ്ങനായിപ്പോയി. അപ്പം എന്തായാലും പോയി കാണപ്പെട്ട ആളുകളൊക്കെ ഇത് കാത്തു നിൽക്കുകയാണല്ലോ. അപ്പം അതിലൊരാൾ ഞാനും. ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പോകണുള്ളൂ. മലപ്പുറത്ത് നിന്നും വിനോദസഞ്ചാര യാത്രയ്ക്ക് വേണ്ടി പോയ അധ്യാപകർ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ് വലിയ ഒരു അപകടമുണ്ടായിരിക്കുന്നു. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ വെച്ചാണ് അവർ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞത് എന്നുള്ളതാണ്. ഏകദേശം 13ാമത്തെ വളവിൽ നിന്നും മറിഞ്ഞ ട്രാവലർ ചെന്നു നിന്നത് ഏകദേശം 10ാമത്തെ വളവിലാണ്. അത്രയും വലിയ ഒരു കൊക്കയിലേക്കാണ് ഈ ട്രാവലർ മറിഞ്ഞത് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കൈകളും കാലുകളും എല്ലാം മറ്റ നിലയിലായിരുന്നു അവിടെ കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. ഏകദേശം 13 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഏകദേശം വെള്ളച്ചാട്ടമെല്ലാം കണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ട്രാവലർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞത്. 9 പേരും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള ദാരുണമായ ഒരു സംഭവമാണ്. അജിത, റംല, സുഹറ, ആശ, മജീദ്, സാജിദ, ഷക്കീല, റുക്കിയ, ഹിഷാം എന്നിവരടങ്ങുന്ന 9 പേരാണ് ഇപ്പോൾ തന്നെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അതിൽ ഷക്കീല എന്ന് പറയുന്ന ടീച്ചറുടെ മകൾക്ക് മാത്രമാണ് സാരമായ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയോട് മല്ലിടുകയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സംഭവ സ്ഥലത്ത് നിന്നും ആദ്യമായി ചെന്നെത്തിയത് നമ്മുടെ വേപ്പൂർ സ്വദേശിയായ ഹാരിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹവും സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയതായിരുന്നു. അദ്ദേഹമാണ് സംഭവ സ്ഥലത്ത് ആദ്യമായി ചെന്ന് ഓടിയെത്തിയത്. അദ്ദേഹമാണ് റിപ്പോർട്ടർ ടിവിയെയും അതുപോലെ മറ്റ് ആൾക്കാരെയും എല്ലാം വിളിച്ച് വിവരം പറഞ്ഞത്. തൽക്ഷണം തന്നെ അവിടെ വയനാട് തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ മറ്റുള്ളവരും എത്തി രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു വിതുമ്പലോട് കൂടി ആ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. പക്ഷെ അതുപോലെ സംഭവിച്ച സമയത്ത് ഭയങ്കര ദയനീയം. ശബ്ദം ഒരു കരച്ചിലെ ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം, ഓരോ കയ്യിൽ ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഈ നിങ്ങൾ കാണുന്നത് എന്താണ് അപ്പോൾ സംഭവിച്ചത്? നമ്മളത് കാണുന്നത് ഇവരെ 16ാം വളവെന്ന് നമ്മളിവരെ കണ്ടിട്ടുണ്ട്. 16ാം വളവെന്ന്. അപ്പോൾ അന്നേരം ഇവർ നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പോൾ നമ്മളവിടെ സെൽഫി എടുക്കുന്നു, ഓലവിടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. അപ്പോൾ ഓരോ കയ്യിൽ ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ 14 എത്തിന് പോലും 13 ഉണ്ട്. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. അപ്പോൾ ശബ്ദം ഒരു കരച്ചിലെ ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം. പോയി നോക്കുമ്പോഴത്തിന് വണ്ടി താഴെ കൊക്കയിൽ കിടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പത്തിന് പിന്നെ നമുക്ക് നടക്കാനും കഴിയണില്ല, ഈ കണ്ണും കാണുന്നില്ല. അങ്ങനെ നമ്മളെ ഫോണൊന്നും റേഞ്ചില്ല. ഫസ്റ്റ് അവിടെ എത്തേണ്ടത് ഫോറസ്റ്ററാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരാളെ ഫോൺ വാങ്ങിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ മീഡിയാസിനെ റിപ്പോർട്ടറെ വിളിക്കണേ. ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോടത് പറഞ്ഞ് അങ്ങനെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് അവിടെ എത്തി. അത് ശരിക്ക് തമിഴ്നാടിനെ അതിൽ എടുത്ത് പറയണം. കാരണം ഓലെ എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടെന്ന് തന്നെ എത്തി. താഴത്തൊരു KSRTC ഉണ്ടായിന്, ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിൻപുറത്തെ കണ്ണൂരുള്ള വണ്ടിയുണ്ട്, പിന്നെ പാലക്കാട്ടുകാരുണ്ട്, പിന്നെ എനിക്കറിയാത്ത മലയാളികൾ കുറേ ഉണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടി തന്നെ സാധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ചായ കുടിക്കാനുള്ള പാത്രങ്ങളും മറ്റുമെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ അവരെ പാസ് ചെയ്ത് തൊട്ടു മുന്നാലെ കടന്നു പോയതായിരുന്നു. പക്ഷേ വലിയൊരു ശബ്ദം കേട്ട് തിരിച്ചു പോയി നോക്കിയപ്പോഴാണ് ഈ ഒരു അപകടം കണ്ടത്. അദ്ദേഹം വിവരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണും. വലിയ ഒരു അപകടം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 700ഓളം അടി
താഴ്ചയിലേക്കാണ് ഈ ട്രാവലർ ചെന്ന് പതിച്ചത് എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് ട്രാവലറിന് ഇത്തരത്തിൽപ്പെട്ട ഒരു അപകടമുണ്ടായി എന്നൊക്കെ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലുള്ള പരിശോധനയിൽ കൂടി മാത്രമേ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ അപകടം കഴിഞ്ഞ സമയത്ത് ട്രാവലറിൽ 13 ആൾക്കാരായിരുന്നോ, ഇനി അതല്ല 14 പേരുണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്നും അപകടത്തിൽ രക്ഷപ്പെട്ട ഒരു യാത്രക്കാരി തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ജീവനക്കാരുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് അവർ പറഞ്ഞത് നമുക്കതുകൂടി കേൾക്കാം. നിങ്ങളെ എന്തായിരുന്നു പേരെന്തായിരുന്നു? ഷഹദീന്. ഉപ്പാന്റെ പേരോ? ഷംസുദ്ദീന്. വീട്ടുപേര്? കളത്തിങ്ങല്. നിങ്ങൾ പാങ്ങിലാണോ അതെ ഓരോടലാണോ? പള്ളിപ്പറമ്പ് കുറുവ ഗ്രാമപഞ്ചായത്ത്. ആ ഓക്കെ. പിന്നെ ഇവിടുന്ന് ഇപ്പൊ ആളുകളോട് വരുന്നുണ്ട്, പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. നിങ്ങൾ എത്ര ആളാണ് വണ്ടിയിലുണ്ടായിരുന്നത്? 13 പേരെന്നെ ഉള്ളൂ, കൂടുതലില്ലല്ലോ? 13. പിന്നെ മറ്റേ ഡ്രൈവറിന് വഴി കൂട്ടിയിട്ട് 14 പേരെന്നെ ഉള്ളല്ലോ, വേറെ കൂടുതലില്ലല്ലോ? കുട്ടികളൊന്നും വേറെ ഉണ്ടായിട്ടില്ലല്ലോ? വേറെ കുട്ടികളുണ്ടാക്കിയോ? വേറെ 3 കുട്ടികൾ എല്ലാരും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ 14 പേര് എന്ന് പറഞ്ഞത്, ഡ്രൈവർ അടക്കല്ലേ? ആയിക്കോട്ടെ, ഞാൻ പേടിക്കണ്ട കേട്ടോ. അവിടെ നമ്മളെ ആളുകളുണ്ട്, അവരവിടെ വേണ്ട ഹെൽപ്പുകൾ ചെയ്തിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. പിന്നെ ആളുകൾ ഇപ്പൊ അവിടെ എത്താറായിട്ടുണ്ട് ഏകദേശം, ഇപ്പൊ അവിടെ എത്തുട്ടോ, പേടിക്കണ്ട കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ നിങ്ങൾ ഏതായാലും കേട്ടു കാണും. ഷഹദീൻ എന്ന് പറയുന്ന യുവതിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ 13 പേർ അടങ്ങുന്ന യാത്രാ സംഘം തന്നെയാണ് ഈ ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും യാത്ര തിരിച്ചിരുന്നത്. അതിൽ 9 പേർ ഇപ്പോൾ നമ്മൾ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ബാക്കി വരുന്ന 4 പേര് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെഹ്സിൻ എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രമാണ്, 11 വയസ്സുള്ള കുട്ടി മാത്രമാണ് നിസാര പരിക്കുകളോടെ ഇപ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത്. ബാക്കി മുഹമ്മദ് ഫായിസ് എന്ന് പറയുന്ന അതിൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ നൗഷാദ് എന്ന് പറയുന്ന ആളും ചികിത്സയിൽ തന്നെയാണ്. സാരമായ പരിക്കുകൾ അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു സംഭവം അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് GLPS എന്ന് പറയുന്ന സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. ആ ഒരു നാടിനെയും ആ ഒരു ജനങ്ങളെയും അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്കെല്ലാം വമ്പിച്ച നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ അപകട കാരണം വരും ദിവസങ്ങളിലുള്ള പരിശോധനയിൽ കൂടി, വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ കൂടി മാത്രമേ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അമിതമായ വേഗതയാണോ, ഇനി ബ്രേക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. വളരെ ദാരുണമായ സംഭവം. പ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വലിയ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ 4 പേർ മാത്രമേ ചികിത്സയുള്ളൂ. ബാക്കി കഴിയുന്ന 9 പേരും ഇപ്പോൾ മരണത്തോട് തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു സങ്കടം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവിടെ ചെറിയൊരു ഭിത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം 1.5 അടി മാത്രമേ അവിടെയുള്ള സംരക്ഷണ മതിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷിയായ നമ്മുടെ ഹാരിസ് എന്ന് പറയുന്ന വേപ്പൂർ സ്വദേശി പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, ഈ മരണപ്പെട്ടവരുടെ എല്ലാം അന്തരകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനിവിടെ വിട്ടുപോവുകയുള്ളൂ. അവരും എന്നെപ്പോലെ തന്നെ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നവരാണ്. അവരുടെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു അദ്ദേഹം പറയുകയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ സംഭവ സ്ഥലത്ത് എത്തിയ ശേഷം എല്ലാ വിവരങ്ങളും മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും വിളിച്ച് പറഞ്ഞ് ആദ്യമായിട്ട് ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മനുഷ്യനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹത്തിന് താങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. വിതുമ്പിക്കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ആ സംഭവിച്ച സ്ഥലത്ത് നിന്ന് തന്നെ തുടരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നേരം വെളുത്തതിന് ശേഷം, ഏകദേശം പോസ്റ്റ്മോർട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മൃതശരീരങ്ങൾ തീർച്ചയായിട്ടും ജന്മനാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.